പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയരെ, നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസമാണ് കർത്താവിന്റെ ദിവസം. പ്രത്യക്ഷ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യണം. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഈ പ്രഭാതത്തിൽ തന്നെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഈ നിമിഷം ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ ധ്യാനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വലിയ പ്രസരിപ്പോടുകൂടി കർത്താവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അടുക്കളമുള്ള അരങ്ങ് വരെ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ അരുവിയുടെ നിൻ്റെ വലതുകരത്തിൻ്റെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ആശ്രയിക്കപ്പെടട്ടെ. നിൻ്റെ സംസാരം ആശ്രയിക്കപ്പെടട്ടെ. ഇന്നത്തെ മുഴുവൻ നിൻ്റെ സംസാരങ്ങളും നടപ്പുകളും യാത്രകളും നീ ഉപയോഗിക്കുന്ന വാഹനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. നിൻ്റെ ഇടപാടുകൾ, കൊടുക്കവാങ്ങലുകൾ, ഇടപഴകലുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. നിനക്ക്, നിൻ്റെ ബുദ്ധിക്കോ നിൻ്റെ ശക്തിക്കോ നിൻ്റെ ചിന്തയ്ക്കോ നിൻ്റെ സങ്കല്പങ്ങൾക്കോ അതീതമായിട്ടുള്ള അവിസ്മരണീയവും അതുപോലെ തന്നെ അവിചാരിതവുമായിട്ടുള്ള എല്ലാ ഭാരങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ഇന്ന് സംഭവിക്കേണ്ട മുഴുവൻ കാരണങ്ങളും നീ ആശീർവദിക്കണം. മുഴുവൻ കാര്യങ്ങളും നീ ആശീർവദിക്കണം. ചതികൾ, മറ്റുള്ളവർ ഞങ്ങളെ ചതിയിൽപ്പെടുത്തുന്നവർ, കെണിയിൽപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നവർ, ഞങ്ങളെ അകപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഇന്നത്തെ ദിവസം യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരുണ. കർത്താവെ, ഞങ്ങളുടെ ചിന്തകൾ, ബുദ്ധിയിലെ ആലോചനകൾ, തീരുമാനങ്ങൾ എല്ലാം പരിശുദ്ധാത്മ നയിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടോ വരാൻ സാധ്യതയുള്ള
മുഴുവൻ തെറ്റായ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും അതിനെ നേർവഴിയിലൂടെ നയിക്കുകയും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരെയും മാരഹമാരെയും തിരുക്കുടുംബത്തിലെ അവസ്ഥപ്പിതാനെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തകർന്നവരെ, മനസ്സ് ഇടിഞ്ഞവർ, ശരീരം തളർന്നവർ, രോഗത്തെ പീഡയാൽ വലയുന്നവർ എല്ലാവരും യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ അഭിവാദനങ്ങൾ, നിങ്ങളുടെ ചർച്ചകൾ, നിങ്ങളുടെ സമ്മേളനങ്ങൾ, നിങ്ങളുടെ എഴുത്തുകുത്തുകൾ, നിങ്ങളുടെ ഒപ്പിടലുകൾ എല്ലാം ക്രയവിക്രയങ്ങൾ, കൈമാറ്റങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ദിവസത്തിൽ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, അതായത് ഈ നമുക്ക് എന്നും കുന്നിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അനുഗ്രഹം കൊണ്ട് നമ്മൾക്കാണ് പ്രയോജനം. പക്ഷെ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹത്തിന് പകരം കൃപ നമ്മൾക്കുണ്ടാകണം. കൃപ നമ്മൾക്കുണ്ടാകണമെങ്കിൽ, അഥവാ കൃപ നമ്മളിലേക്ക് വന്നു ചേർന്നാൽ എങ്ങനെ അറിയാൻ പറ്റുമെന്നൊരു സൂത്രം പറയണ്ടേ. ഒരു വ്യക്തിയിൽ കൃപ നിറഞ്ഞാൽ അതെങ്ങനെ കൃപ നിറഞ്ഞ വ്യക്തിയാണെന്ന് അറിയാൻ എന്താണ് സൂത്രപ്പണി? നമ്മളെ കൃപയുണ്ടെന്ന് പറഞ്ഞ പല വ്യക്തികൾക്ക് കൃപയില്ല. സുവിശേഷ കൈമാറ്റത്തിനാണ് ദൈവം കൃപ അലോട്ട് ചെയ്യണത്. അപ്പോൾ എപ്പോഴും ഓർത്തേക്കണം, പ്രധാനമായിട്ടും മറ്റെല്ലാം ബ്ലെസ്സിങ്സാണ്. ഒരു ബ്ലെസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു ഗ്രേസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ നോട്ട് ഓക്കെ. ഗ്രേസ്ഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ ഗ്രേസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഒരു കൃപ നിറഞ്ഞ ആളാണെങ്കിൽ അയാൾക്ക് ആരെങ്കിലും കാണുമ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് പറയാൻ തോന്നും, സുവിശേഷത്തെക്കുറിച്ച് പറയാൻ തോന്നും, അല്ലെങ്കിൽ സുവിശേഷം അവർ അറിഞ്ഞിരുന്നെങ്കിലും നമുക്ക് തോന്നും. കാര്യം കൃപയ്ക്ക് ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിനുള്ള കൃപ കിട്ടിയെന്നാണ് പറയണത്, അല്ലാതെ അനുഗ്രഹം കിട്ടിയെന്നല്ല പറയണത്. സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടത് കൃപയാണെന്നുള്ള സൂചനയാണ്. നമുക്ക് നടപടി പുസ്തകം വായിച്ച് 14:26. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അപ്പോഴേ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ വേണ്ടത്. എന്താ? ദൈവത്തിന്റെ ശക്തി. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റ് ഓഫ് ദാറ്റ് പവർ. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളില്ലേ, അത് ഗ്രേസിന്. ഇപ്പം കറണ്ടാണ് കൃപയെങ്കിൽ അനുഗ്രഹം ഈ ബൾബിൻ്റെ വെളിച്ചമാകാം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാകാം. അതാണ് ഇഫക്റ്റാണത്. കറണ്ടില്ലെങ്കിൽ ഇതൊന്നുമില്ല, എന്തെല്ലാം ഉപകരണം ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് കൃപയും അനുഗ്രഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൃപയുണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? മൈക്ക്, അതുപോലെ തന്നെ ലൈറ്റ്, പിന്നെ എന്താണ് വേണേൽ വലിയ ബസ് വരെ ഇപ്പോൾ കറണ്ട് കൊണ്ട് ഓടിക്കേണ്ട ആൾക്കാരില്ലേ. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ. കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പഠിക്കാനുള്ള അനുഗ്രഹം ഓക്കെ, ആ പഠിക്കാൻ മാത്രം പറ്റും. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? കർത്താവേ, ഞങ്ങൾ കൃപ. ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? 17-ാം തീയതി എന്താ പ്രാർത്ഥിക്കുന്നത്? വെള്ളിയാഴ്ച എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, നീ ക്രൂശിക്കപ്പെട്ട ദിവസത്തെ അനുസ്മരണ ദിവസമാണത്. നീ പിതാവിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കർമ്മമാണത്. അതുകൊണ്ടാണ് നിൻ്റെ നാമത്തിൽ കൃപയെല്ലാം നിൻ്റെ നാമത്തിലായിരിക്കണത്. ആ കൃപ നീ പിതാവ് നിന്നെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ഏറ്റെടുക്കാൻ, അതാണ് ഈശോ പറഞ്ഞില്ലേ, പിതാവിനെ ഏൽപ്പിച്ചതുപോലെ ഞാനും നിങ്ങളെ ഏൽപ്പിക്കുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 20:21. യോഹന്നാൻ 20:21. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്താണ്? എന്നിട്ട് ഈശോ പറയവേ, ഞാനും നിങ്ങളെ നിയോഗിക്കുന്നു. എന്താ നിയോഗിക്കണത്? 15-16 വായിച്ചേ. യോഹന്നാൻ 15-16. യോഹന്നാൻ 15:16.
നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ പറയാനോ, ഇപ്പൊ കൃപാസനത്തിൽ പത്രം കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനമല്ലേ. എല്ലാ കാടും മേടും മലയും ഒക്കെ ഇറങ്ങിയ ആൾക്കാർ പത്രം കൊടുക്കുന്നതല്ല, പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളെ നിയോഗിച്ചതാണെന്ന്. ആര് ചോദിച്ചു? എൻ്റെ പിതാവ് എന്നെ നിയോഗിച്ചതുപോലെ ഞാനും നിങ്ങളെ നിയോഗിച്ചു. അപ്പോൾ അങ്ങനെ നിയോഗം ഉള്ളപ്പോഴാണ് എന്താണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്? കൃപയാണ്. അതുകൊണ്ട് ആദ്യം എല്ലാ അനുഗ്രഹങ്ങളുടെയും അമ്മയായ കൃപ ആർജിക്കാൻ വേണ്ടി സുവിശേഷ വേല ചെയ്ത് കർത്താവിനെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ വിലയുള്ളവരായി മാറും. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ ഒരു 2 പേരെങ്കിലും കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളെ പരിശുദ്ധാത്മ ബലപ്പെടുത്തട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അമ്മേ, പരിശുദ്ധമ്മേ, അങ്ങനെ മക്കളെ ബലപ്പെടുത്തണം. ഈശോനെ കൈമാറാനുള്ള കൃപയും ആത്മശക്തിയും ആത്മബലവും അഭിഷേകമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ. എൻ്റെ മക്കളെ, ഇതൊന്ന് കറക്റ്റൊന്ന് മനസ്സ് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഹാർവസ്റ്റ് ചെയ്യണതാണ്. ഇത് ഉടമ്പടിയല്ലേ. അപ്പോൾ ദൈവ പൈതലായിട്ട് നമ്മൾ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് ഓരോ വിഷയത്തിനും. അപ്പോൾ സിനിമ അനീഷിന് സാക്ഷ്യം ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരാനുള്ള ചുറ്റുപാട് വീട്ടിലില്ല, ഇവിടെ അനുവദിക്കത്തില്ല. അതാണ് പ്രശ്നം. പക്ഷെ ഉടമ്പടി സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അവൾ എന്നാ ചോദിക്കണത്? ഓൺലൈൻ ഉടമ്പടിയാണ് ഇപ്പം തരപ്പെട്ടിരിക്കുന്നത്. അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ കാര്യം എന്താണ്? ഒരു OETയുടെ സാക്ഷ്യം ആരോ നമുക്കറിയാമല്ലോ. നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മളവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളിലൂടെ ആ സാക്ഷ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാക്ഷ്യം അവർക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നിങ്ങളുടെ ഓരോ ഷെയറിങ്ങിലൂടെ എത്രയോ മനുഷ്യരെ രക്ഷപ്പെടുന്നത്. ഇവർക്ക് ഉടമ്പടിയായിട്ട് യാതൊരുമില്ല. അതായത് ഈ ഷിമി അനീസ് എന്ന് പറയുന്ന കക്ഷിക്ക് സിമി അനീഷിന് ഉടമ്പടിയുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അവിടെ യൂട്യൂബ് വാളിലേക്ക് ഒരു സാക്ഷ്യം വരും. അവർ OETയുടെ സാക്ഷ്യമാണ്. അവർ യൂട്യൂബിനൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളൊരു സാക്ഷ്യം കണ്ട പിന്നീട് അതേ ഫാമിലിയിലുള്ള കുറേ സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെ കൊണ്ടുവന്നിട്ട് തരും. അപ്പോൾ ഇവർ OETയുടെ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ തന്നെ OETയുടെ പല സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് സത്യമായ കാര്യമാണ് OET ഉടമ്പടി എന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് പോകാനും ഒന്നും പറ്റണില്ല. OET പാസ്സാകണില്ല. 2 പ്രാവശ്യം തോറ്റ് OET എഴുതിയിട്ട്. അപ്പോൾ 2 പ്രാവശ്യം OET തോറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം രാത്രി ഒരു സംഭവം നടന്നു. എന്താ രാത്രി നടന്നത്? ഇവൾ കാണാത്ത മാതാവിനെ അവളെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചു, 100% B എന്ന് എഴുതി കാണിച്ചു. 100% B. അപ്പോൾ അവൾക്കത് മനസ്സിലായി, 100% B. പിന്നെ കണ്ടത് ഐസയ 44, 45, 46 സ്വപ്നമാണേ. ഇന്നത്തെ മനുഷ്യൻ സ്വപ്നം കാണുന്നത് കണ്ടില്ലേ? പണ്ടൊക്കെ ആൾക്കാർ സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം വന്ന് കുമ്പസാരിക്കേണ്ടി വരും. ഞാനിങ്ങനെ ഇത്തരം സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു തോന്നി. ഇപ്പം ദൈവിക സ്വപ്നങ്ങളാണ് ആൾക്കാർ കാണുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തോളൂ. അപ്പം തന്നെ പറഞ്ഞ് B 100%. പിന്നെ കാണുന്നതാണ് റീഡ് ഇറ്റ്. ഐസയ 44, 45, 46. അപ്പോൾ അവൾ വിചാരിച്ചത് ഐസയ 44, 45, 44 അധ്യായം 45 വാക്യമാണ്. പക്ഷേ ബൈബിളിൽ നോക്കിയപ്പോൾ അങ്ങനെ വാക്യമില്ല. മൊത്തം വായിക്കാൻ പറഞ്ഞിരിക്കുകയും ഐസയ 44, 45, 46 വായിക്കാം. അപ്പോൾ ഞാനിവിടെ രോഗികളെ കണ്ടുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് ഇവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞത് ഐസയ 45:2 എന്താണ് ഐസയ 45:2 വായിച്ചേ? ശ്രദ്ധിക്കട്ടെ. 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി. പ്രൈസ് ദി ലോർഡ്. അതായത് ഇവളെന്താ ചെയ്തിരിക്കണത്? ഇവൾ ഓൺലൈൻ ഉടമ്പടിയിലാണ് ചെയ്തിരിക്കണത്. ഓൺലൈൻ ഉടമ്പടിയുടെ അതിൻ്റെ പാക്കേജ് എന്താണ്? യോശുവ 1:9 I will come with you wherever you go. അതാണ് ഉടമ്പടിയിൽ എന്താണ്? നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ
കൂടെ വരും. അതാണ് ഇപ്പൊ പറയണത്. എന്താണ് എന്ന് പറഞ്ഞേ, വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. വായിച്ചോളൂ. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. അപ്പോഴേ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് നിനക്ക് അടയാളങ്ങൾ തരണത്. അതെപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുന്നവർ, ഉടമ്പടി എടുക്കുന്നവർ മനസ്സിലാക്കണം. എന്താണ്? നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ, നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണ് ഞാൻ എന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിനക്ക് മുമ്പേ പോകും. പിത്തളവാതിലുകൾ തകർക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും, മലകളെ ചവിട്ടി നിരത്തും, അന്ധകാരത്തിലെ നിധിയും, പിന്നെന്താണ്? അജ്ഞാതമായ ധനശേഖരവും. എന്നുവെച്ചാൽ നമ്മൾക്ക് സ്വന്തം നിലക്ക്, സ്വന്തം കഴിവ്, ശേഷി അനുസരിച്ച് പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ദൈവം ഉടമ്പടിയിലൂടെ ചെയ്യുമെന്നാണ് പറയുന്നത്. കൈയടിച്ച് കർത്താവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മക്കളുടെ ഹൃദയം ഇങ്ങനെ പതഞ്ഞ്, ദൈവസ്നേഹത്താൽ പതഞ്ഞ്, എന്നാൽ ഞാൻ സത്യമായ വിശ്വാസത്തിലെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചിട്ട് കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നണം. അങ്ങനെ തോന്നി അപ്പോൾ നിങ്ങൾ ഡിസ്കസ് ഒന്നും ചെയ്യാൻ പോകരുത്. മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തില്ലേ? ഉടമ്പടി കാര്യം നീയും നിൻ്റെ ദൈവവുമായിട്ട് ചെയ്യണതല്ലേ. നിനക്ക് ദൈവത്തെക്കുറിച്ച്, ഉടമ്പടിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാം. പക്ഷെ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കരുത്. അപ്പം നിൻ്റെ ഉടമ്പടി നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും. കാര്യം നീ ഒരു പിശാചിനോടായിരിക്കും ചിലപ്പോൾ നീ സംസാരിക്കണത്. അവർ നിൻ്റെ ചിലപ്പോൾ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരായിരിക്കാം. ദൈവത്തിൻ്റെ തിരുസ്ഥ ആ സാധനം പിശാചായിരിക്കും. അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ അലർജറ്റിക് ആകും. അപ്പോൾ അനാവശ്യമായിട്ട് മനുഷ്യരോട് വാഗ്വാദത്തിനോ തർക്കത്തിനോ ഒന്നും പോകരുത്. പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷ വേല ചെയ്യാം. നിങ്ങൾ ചെയ്യണത് സന്തോഷത്തോടെ ചെയ്യണം, തീഷ്ണതയോടെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കാം. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ആധ്യാത്മിക രഹസ്യമാണ്. നിൻ്റെ സത്യാവസ്ഥ, നിൻ്റെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിൻ്റെ അപേക്ഷ സ്വീകരിക്കാതെ നിന്നെ വെയിലത്ത് നിർത്തും. എന്ന് വെച്ചാൽ നീ സത്യത്തിൽ ആരാധിക്കുന്ന ആളല്ലെങ്കിൽ ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉടമ്പടിയിൽ നിന്ന് പോയിക്കൊള്ളും തന്നെത്താൻ. ഉടമ്പടി എടുക്കുമായിരിക്കും നിങ്ങൾ, ദൈവം തന്നെ നിങ്ങൾ ചവിട്ടി ഉടമ്പടിയിൽ നിന്ന് കളയും. അതാണ് സംഭവം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാ. നിങ്ങൾ ഉടമ്പടി എടുക്കും, പക്ഷേ ഉടമ്പടി എടുക്കുന്നവരെ അത് സത്യസന്ധമായിട്ട് തീഷ്ണമായിട്ട് ഒന്നാമത്തെ ദൈവം 100% സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാരണം നമ്മളുടെ ഒരു സംഭവം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ദൈവത്തിനെ മയക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് രോഗികൾക്ക് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉടുപ്പ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവമായിട്ട് വാഗ്വാദം ചെയ്ത്, അതായത് ദൈവം ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എന്നാണ് നീ ഒരു കണ്ടീഷനായിട്ട് നിൻ്റെ OIT പാസ്സാകാനും വീട് ജപ്തി മാറാനും വേണ്ടി നീ ഇപ്പോൾ അഭ്യാസം കാണിച്ച് കുറേ ഉടമ്പടി പ്രകാരം കുറേ സഹായങ്ങളൊക്കെ ചെയ്ത് എന്നാൽ നീ പഴയ വ്യക്തിയായിട്ട് തന്നെ നീ ജീവിക്കുകയാണെന്നൊക്കെ വിചാരിച്ചാലും ദൈവം ഈ സാധനം ടേക്കപ്പ് ചെയ്യത്തില്ല. കാര്യം സത്യത്തിലല്ല ഉടമ്പടി ചെയ്തിരിക്കണത്. അതുകൊണ്ട് നിന്നെ നിർത്തിയിട്ട്, അതായത് നീ മാക്സിമം എനിക്ക് തോന്നിയിരിക്കുന്നത് കുറച്ചുകൂടി തീഷ്ണത കാണിക്കണം ദൈവത്തിൻ്റെ. നമ്മുടെ ഈ ഇപ്പോഴുള്ള ഒരു അവസ്ഥ, ഇപ്പം നിങ്ങൾ ഓരോ ഒരു ദൈവമായിട്ട് ഒരു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കണം ചില ആൾക്കാർ. ഇന്ന കാര്യം ഞാൻ ചെയ്തു, അതുകൊണ്ട് ഇന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണം. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഇടവക്കാരൻ മരിച്ച്, അപ്പോൾ ഞാൻ അവരുടെ അന്ന് വികാരിച്ചനാണ് അവരുടെ. അപ്പോൾ ഞാൻ ഓടി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഡെഡ് ബോഡിയുടെ മകൻ്റെ ഡെഡ് ബോഡിയുടെ കയ്യിലൊരു കുരിശ് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു കുരിശ് പിടിക്കുമല്ല, ആ കുരിശിൽ ഈ അമ്മ കെട്ടി ഞാന്ന് കിടന്ന് കരയുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛോ എത്ര കുരിശ് വരച്ച് ഞാൻ കിടത്തിയ മകനാണ്, എത്ര കുരിശ് വരച്ചിട്ടാണ് ഞാൻ അവനെ കിടത്തിയതെന്ന്. എന്നിട്ടിപ്പോൾ അവന് ഒരു കുരിശും രക്ഷിച്ചില്ലല്ലോ ഞാൻ ഇവർ കരയുകയാണ്.
അതൊരു ബാർഗെയിനിങ് ശരിക്കും പറഞ്ഞു. എനിക്കവന് നല്ലവണ്ണം അറിയാം, അവൻ കുർബാനയ്ക്ക് വരണതാണ്, പക്ഷേ കുർബാനയ്ക്ക് പള്ളിയുടെ അകത്ത് കയറത്തില്ല. അവൻ പെണ്ണിന് ലൈൻ എടുത്തിട്ട് പല വാതിക്കയിൽ മണിമാലിൻ്റെ അരികെ നിന്നുകൊണ്ട് കുർബാന സമയം മുഴുവനും ചാറ്റ് ചെയ്യണ പരിപാടിയാണ് അവനുള്ളത്. ഞാൻ തമിഴിൻ്റെ ഓർക്ക് ഇറങ്ങിയ ഭാഗ്യമായിപ്പോയി. അതാണ് പ്രശ്നം. നമ്മളിങ്ങനെ കുരിശിൽ കിടത്തുന്ന ഒരു കാര്യമില്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിരുസന്നിധിയിലെ ഒരു മസ്റ്റാണ്. അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം. നിൽക്കരുതാത്തർ നിൽക്കുമ്പോൾ യൂദയാലുള്ളവർ മലമുകളിലേക്ക് പോകാനാണ് ഈശോ പറയണത്, പ്രാർത്ഥിക്കാൻ പോകാൻ. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമല്ലേ? പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുമ്പോൾ കാമകേളിയായിട്ട് പള്ളിയുടെ പുറകെ ഇരുന്നുകൊണ്ട് ചാറ്റാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമാണ്. ആ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വരുമ്പോൾ അവൻ്റെ സംരക്ഷണം പോയി. അപ്പോൾ വഴിയെ പോണ വയ്യാവരി എല്ലാം വലിഞ്ഞവനെ പിടർക്ക് കയറും. നിങ്ങളായിട്ട് നിങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെടുത്തരുത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ഇന്ന് കർത്താവ് ഉദ്ദേശിച്ചത് ഇതാണ്. അതിനെ ഇപ്പം നിർത്തിയത്, അതായത് സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലാണ്. ഉടമ്പടിയിൽ അതർഹിക്കുന്ന വിശുദ്ധിയോടുകൂടി വേണം നമ്മൾ ഉടമ്പടിയെ ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫെയർ ആകും. നമ്മൾ ആ സാക്ഷ്യം, അവസാനത്തെ സാക്ഷ്യം കേട്ടില്ലേ? അവരോട് എന്താ പറഞ്ഞിരിക്കണത്? ബി 10% ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ OIT എഴുതി 2 പ്രാവശ്യം തോറ്റ ആൾക്കാരാണ്. OIT എഴുതി 2 പ്രാവശ്യം തോറ്റു. എന്നിട്ടാണ് അവർ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത വിശ്വാസ അത്യസ്വപ്നം എന്താണ്? 10% ബി. പിന്നെയുള്ളത് എന്താണ്? SIR 42. അവിടെ റിസൾട്ട് എന്താ? അടുത്ത അറ്റംപ്റ്റിനെ പരിശുദ്ധ അമ്മ സ്വപ്നത്തെ വെളിപ്പെടുത്തിയ പോലെ എല്ലാം ബി, എല്ലാം 10% ബി. അതുപോലെ പെട്ടെന്ന് വിസ പ്രോസസ്സായി. അന്ധകാരത്തിലെ നിധിയും അജ്ഞാതമായ ധനശേഖരവും അവർക്ക് മുമ്പേ ദൈവം പോയി മലകളെ ഉടച്ച് തടസ്സങ്ങൾ മാറ്റി പിച്ചളവാതിലുകൾ, അതായത് അവർക്ക് പറ്റാത്ത എല്ലാം ക്രാക്കാക്കി കളയും. നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ ദൈവം ഏറ്റെടുക്കും. അതാണ് ഉടമ്പടിയുടെ സംഭവം. അതാണ് ഇരുമ്പോടാമ്പര ഉടക്കുകയും പിച്ചളവാതിലുകൾ ഒടിക്കുകയും ചെയ്യുക. അന്ധകാലത്ത് നമ്മുടെ കണ്ണുമ്പിലില്ലാത്ത ധനശേഖര നിധി നമുക്ക് അവകാശമാക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിനക്ക് മുമ്പേ പോകും. എന്തിൻ്റെ ബേസിലാണ്? നിൻ്റെ ഉടമ്പടിയുടെ നീതിയുടെ ബേസിൽ, നിൻ്റെ ഉടമ്പടി സത്യത്തിൻ്റെ ബേസിൽ, നിൻ്റെ ഉടമ്പടിയുടെ വിശുദ്ധിയുടെ ബേസിൽ. കൈയടിച്ച് കർത്താവ് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദരവേദനയുള്ളവരെ, ചിലപ്പോൾ ഗർഭനാടുകൾ സിസ്റ്റുള്ളവർ, പാങ്ക്രിയാസിൻ്റെ രോഗികൾ, പിസ്റ്റില രോഗികൾ, കിഡ്നി രോഗികൾ എല്ലാവരും ഉദരത്തിലെ അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ കൈകൾ വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. അർശസ് രോഗികൾ, അൾസർ രോഗികൾ, മഹോദര രോഗികൾ, എല്ലാം ഉദര സംബന്ധമായ എല്ലാ രോഗമുള്ളവർ നമ്മുടെ വയറിൻ്റെ യഥാസ്ഥാനങ്ങളിലെ കൈവച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. രോഗത്തിൻ്റെ യഥാസ്ഥാനങ്ങൾ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നല്ലവനായ ഈശ്വരൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയെ നടന്ന 10,000-കണക്കിന് ആരാധന സത്യ ഈ അൾത്താറയിൽ നിന്ന് ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ലിവർ രോഗമുള്ളവരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അവർ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ശ്വാസകോശ രോഗികളെ പതിരയിൽ കൈവയ്ക്കുക. ഹൃദയരോഗമുള്ളവരെ ഇടത് നെഞ്ചിൽ കൈവയ്ക്കുക.
തൈറോയ്ഡ് രോഗികളെ, ടോൺസൈറ്റ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ പിൻകഴുത്തും തൊണ്ടയിലുമായി കൈവെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചെയ്യട്ടെ. മറ്റുള്ളവർ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മറ്റുള്ളവർ സ്തുതിക്കട്ടെ. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപവാസ സൽപ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ ഈ നിമിഷം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. സ്രാവ രോഗമുള്ളവരെ, രക്തസ്രാവമുള്ളവർ, അടിവയറ്റിൽ അരസസ് ഉള്ളവർ, അടിവയറ്റിൽ സ്രാവ രോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരുണ്ട്. അവരൊക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിൽ സിസ്റ്റുള്ളവർ, ബ്രെയിനിലെ രക്തം കട്ട പിടിച്ചവർ, ബ്ലോക്ക് ചെയ്തവർ, എപ്പോഴും നിർത്താത്ത തലവേദനയും ചെന്നി കുത്തുന്ന പോലെ തലവേദനയുള്ളവർ, തലയുടെ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നവർ, അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ മുത്തത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ, യൂറിയയുടെ അസുഖമുള്ളവരെല്ലാവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവേദനക്കാരെ, ഡിസ്കിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉള്ളവരെ, കിഡ്നി രോഗികളെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ, ലക്ഷക്കണക്കിന് പേര് ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ, തീരാവ്യാധികളെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്തനത്തിലെ സിസ്റ്റുള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസറുള്ളവരെ, ശരീരത്തിലും മുഴകളുള്ളവർ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിൽ എവിടെയെല്ലാം മുഴ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. തലനീറിറക്കക്കാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രഷർ കൂടുന്നവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടക്കുമ്പോൾ കിതക്കുന്നവർ, ഉറക്കമില്ലാത്തവരെല്ലാവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗ ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ സർവാംഗം രോഗികളുണ്ട്. അവർ സ്വസ്തികയിൽ കൈനെഞ്ചത്ത് പിണച്ചു വെച്ച് പൂർണ്ണമായ ശരീരം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റുള്ളവരെ സ്തുതിക്കട്ടെ. മറ്റുള്ളവരെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇവിടുന്ന് മനുഷ്യരെ ഉടമ്പടി ചെയ്തു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ യേശുനാമത്തിലെ പൂർണ്ണമായി വിട്ടുമാറട്ടെ. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഭൗതിക സാഹചര്യങ്ങളുടെ വിടുതലിനും അഭിവൃദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജപ്തി നടപടി നേരിടുന്നവരെ, സ്ഥലം വിൽക്കാനുള്ളവരെ, വാങ്ങാനുള്ളവരെ, മക്കൾ വിദേശങ്ങളിൽ പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇപ്പോഴും വിഷമിക്കുന്നവരെ, വിസ എക്സ്പയറായിട്ട് ഒളിച്ചു താമസിക്കുന്നവർ, വിസ എക്സ്പയർ ആകാൻ പോയിട്ടും ജോലി കിട്ടാത്തവർ, ഏജൻറ്റുമാർ കബളിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, നാട്ടിലൂടെ കയറിപ്പോരാനുള്ള പണം പോലും ഇല്ലാതെ സുഹൃത്തുക്കളുടെ ഔദാര്യത്തിൽ കഴിയുന്നവർ, നാട്ടിലെ കുടുംബത്തിൽ കലഹങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവരെ, ലഹരി പദാർത്ഥം അടിപ്പെട്ടിരിക്കുന്നവരെ, തകർന്നുപോയ കുടുംബങ്ങൾ, അവിശ്വസ്തരായ ഭാര്യാഭർത്താക്കന്മാർ,
ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവരെ, കേസ് വിദ്യാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ, ഭവനവും സ്ഥലവും ഇല്ലാത്തവരെ, ഭവനത്തിൻ്റെ പണി നിന്ന് പോയവരെ, കടക്കമ്പോളങ്ങൾ അടഞ്ഞു പോയവരെ, വാടക ചീട്ടുമേൽ ഇപ്പോഴും പണം കിട്ടാനുള്ളവർ, കടകളെല്ലാം അടഞ്ഞിട്ട് പുതിയ അതിൻ്റെ നിരത ദ്രവ്യങ്ങൾ തിരിച്ചു കിട്ടാത്തവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ, ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ, വിസ ഇൻ്റർവ്യൂ പോലുള്ള വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂകളും പരീക്ഷകളും അഭിമുഖീകരിക്കാൻ പോകുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, വിവാഹം ഒത്തുകല്യാണം വരുന്നവരെ, കല്യാണമേ വരാതെ വിഷമിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, പല പ്രാവശ്യം ഗർഭമുണ്ടായിട്ട് അലസിപ്പോയവരെ, മക്കളില്ലാത്തവരെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവിക സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയനോട് ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് ശിരസ്സ് നമിച്ച് സ്വീകരിക്കാം.